അത് ചെയ്യാൻ ആരും ചെയ്യലില്ല. ഇവിടെ എൻ്റെ ഒരു വെള്ളം ഞങ്ങൾക്ക് കിടന്നോടി ഈ കപ്പ അങ്ങനെ പോകും, കടലിലോട്ട് പോകുവഴി. നമസ്കാരം. വൈപ്പിൻ തീരപ്രദേശത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭം മൂലം നിരവധി വീടുകളിൽ വെള്ളം കയറി. തീരദേശവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശ വാർഡായ 1-ാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ കടൽക്ഷോഭം മൂലം നിരവധി വീടുകളിൽ വെള്ളം കയറിയത്. നേരത്തെ വർഷകാലത്ത് മാത്രമുണ്ടായിരുന്ന കടൽക്ഷോഭവും കടൽ കയറ്റവും ഇപ്പോൾ വർഷത്തിൽ ഒട്ടനവധി പ്രാവശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും വർഷങ്ങളായി ഇവിടുത്തെ കടൽഭിത്തി തകർന്നു കിടക്കുകയാണെന്നും തീരപ്രദേശത്തെ ജനങ്ങളെ കടലാക്രമണങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഞ്ചിക്കുകയാണെന്നും 1-ാം വാർഡ് മെമ്പറായ സജീഷ് മങ്ങാടൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ തീരദേശത്തെ ജനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡെയിലി വാർത്തയിലൂടെ പ്രതികരിക്കുന്നു. ഇതിപ്പോ 4ാമത്തെ വെള്ളക്കയറ്റവും ഒഴുക്കുവാണ്. തീരദേശ നിവാസികൾ ഒന്നടങ്കം എങ്ങാട് പോകണമെന്നറിയപ്പെടാണ്ട് എല്ലാവരും മുറ്റത്ത് എല്ലാവരും ഒതുങ്ങിക്കൂടി നിൽക്കണേണ്. സ്ഥലം മെമ്പർ അന്വേഷിച്ച് അദ്ദേഹം ഓടി വന്ന് ഞങ്ങളെല്ലാവരും കൂടി ക്യാമ്പിൽ പോകാമെന്ന് പറഞ്ഞ് ക്യാമ്പിലോട്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പിള്ളേരെ വിട്ട് സുഖമില്ലാത്ത തള്ളമാരും ഒക്കെ ഉണ്ട്. അവരെയും കൊണ്ട് ഞങ്ങൾ ഇനി പോകൂല. കാലാകാലങ്ങളിലായിട്ട് ഈ കടൽ കയറ്റത്തിൽ കാലാകാലങ്ങളായിട്ട് വന്ന് എല്ലാവരും വളരെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പോകാന്നല്ലാണ്ട് ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. കടൽ ഭിത്തി വെട്ടിയിട്ട് വർഷങ്ങൾ എത്രയാണെന്ന് ഇവിടുത്തെ ഞങ്ങൾക്ക് മാത്രമേ വർഷങ്ങൾ എത്രയാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എവിടെ പോകുന്നു പറഞ്ഞു ക്യാമ്പിലോട്ടൊക്കെ വിളിച്ച് ഞങ്ങൾ എവിടെ പോകുന്നു പറഞ്ഞ് അത്യന്തം ഞങ്ങൾ വിഷമിച്ച് ഇവിടെ വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളുടെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾ ഇനി ഈ വെള്ളക്കരുന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വല്ല കടുങ്കയും ചെയ്യും. അങ്ങനെ കടലുമുള്ളോട്ട് ഇറങ്ങി ഞങ്ങൾ കടലിൽ ചാടും. അല്ലെങ്കിൽ ഞങ്ങളെ അധികാരികള് താഴ്മ രീതിയിൽ പറയാണ്, ആ ഗൗരവം കൊണ്ട് പറയല്ല, താഴ്മ രീതിയിലുള്ള ആ വികാരം കൊണ്ട് പറയുന്നു. താഴ്മ രീതിയിൽ വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളോട് ഉന്നയിക്കാണ്ട് അടുത്ത ദിവസം തന്നെ ഉന്നയിക്കും. ആ ആവശ്യങ്ങൾ വളരെ വേഗം തന്നെ ഞങ്ങളെ കരകയറ്റി ഞങ്ങൾ ഈ കടലിൽ വെള്ളത്തിൽ നിന്ന് കരകയറ്റി തന്നെ താഴ്മയായിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒക്കെ ജീവിച്ച് ജനിച്ചു വളർന്ന ആളുകളാണ് എല്ലാവരും. ഞങ്ങൾ ഒരുപാട് കാലങ്ങളായി ഈ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുവരെ ഒരു പരിഹാരമില്ല. പലരും വന്ന് ഞങ്ങൾ വെള്ളം കയറി ഇവിടെ കിടന്ന് വെച്ചും വെള്ളം എടുക്കുന്ന സമയത്ത് വന്ന് നോക്കിപ്പോകും. ആരും ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ എല്ലാവരും കൂടി വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഞങ്ങൾ അറിയിക്കണം. മറ്റുള്ളവർക്ക് ചെയ്യണോട്ട് ഞങ്ങൾക്കും ചെയ്തു തന്നെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളും ആളുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇനി എങ്ങും ഓടിപ്പോകാനും ഞങ്ങൾ ക്യാമ്പിലും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് കിട്ടണം. അത്രേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒരുപാട് കാലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാറക്ക ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡാണ്. തീരപ്രദേശ മേഖലയാണ്. ഞാറക്ക പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ. നമുക്കറിയാം വൈപ്പിങ്കര ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ് വൈപ്പിങ്കര. വൈപ്പിങ്കരയിലെ മധ്യഭാഗമാണ് ഈ പറഞ്ഞ ഞാറക്ക പഞ്ചായത്ത്. ഇവിടെ വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാനിവിടുത്തെ വാർഡ് മെമ്പറാണ്. എന്റെ ബാല്യകാലം തുടങ്ങിയത് ഇവിടെ നമുക്ക് സീവാളും എല്ലാം ഉണ്ടായിരുന്നു. സുരക്ഷിതമായിട്ട് അത് എല്ലാ വർഷങ്ങളിലും അവർ ആ വർഷക്കാലം വരുന്നതിന് മുമ്പായിട്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും നശിച്ച് പൂർണ്ണമായിട്ട് സീവാളുകളെല്ലാം നശിക്കണം. ഇപ്പൊ ഇതിന്റെ തൊട്ട് ഇപ്പറങ്ങാണ്ട ഭാഗത്തുനിന്ന് ഒരു തരി പോലും കല്ലില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ എല്ലാ കൊല്ലങ്ങളിലും വെള്ളം കയറുന്നോട്ട് തന്നെ കയറും. പഞ്ചായത്തുകളിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ നമുക്ക് താൽക്കാലികമായിട്ടുള്ള മണൽ വണ്ട നിർമ്മിക്കും. അതൊരു ശാശ്വത പരിഹാരമല്ല. നമ്മൾ 3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് മണൽ വണ്ട നിർമ്മിക്കും. അത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പോകും. പക്ഷെ ഇത്തവണ ഇപ്പൊ 1-2 വർഷമായിട്ട് ഇവിടെ ഞാൻ മെമ്പറായ ശേഷം നമുക്ക് ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ആദ്യമായിട്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് ജിയോ ബാഗ് സ്ഥാപിക്കാൻ സാധിച്ചു. ആ ജിയോ ബാഗ് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ കുറച്ചു നാൾ സുരക്ഷിതമായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അതിന്റെ കാലപ്പഴക്കം വന്നു പോകുന്നത് വീണ്ടും വെള്ളം കയറുകയാണ്. പക്ഷെ നമ്മൾ പഞ്ചായത്തുകളിലോ മറ്റുള്ളവരുടെ അറിയിക്കുമ്പോൾ ആ സമയത്ത് വന്ന് ചെയ്യുന്ന ഈ മണൽവാട നിർമ്മിക്കുകയോ ആ പ്രക്രിയയിൽ നിന്ന് മാറ്റി നമുക്കിവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. കാരണം ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് ഒരു പുനർഗ്രഹം എന്നുള്ളൊരു പദ്ധതി കൊടുത്തു മാറ്റി താമസിച്ചിട്ടില്ല. കാരണം ഇവിടെ ഉള്ളവരെല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. പാരമ്പര്യമായിട്ട് ഇവിടെ ജനിച്ച് വളർന്ന് ഈ മത്സ്യത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തൊട്ടടുത്ത് അപ്പുറത്തുള്ള എടവനക്കാട് നായന്മലം പഞ്ചായത്ത് അവര് റോഡ് ഉപരോധിച്ച് വലിയ സമരങ്ങൾ നടത്തി. അപ്പോൾ അവിടുത്തെ അധികാരികൾ കണ്ണു തുറന്നു. അവര് വന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടെ സീവാളം നിർമ്മിക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് വാഗ്ദാനങ്ങൾ അതല്ല. നമ്മൾ സമരം ചെയ്തും പൊതുജനങ്ങളെ വഴിയിൽ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമില്ല. ഇത് നമ്മളിപ്പോ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു തുടക്കം മാത്രം. നമ്മൾ ഈ ഭാഗത്തുള്ള കുറച്ച് വീട്ടുകാർ ഒന്നിച്ചു കൂടി
അടുത്ത ഒരു സമരത്തിലേക്ക് എങ്ങനെ പോകണം, അതിനെന്ത് ചെയ്യണം, എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് കൂടിയാലോചിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കിവിടെ സീവാൾ നിർമ്മിച്ചു തരാം, പുലിമുട്ട് നിർമ്മിച്ചു തരാം. അപ്പൊ സാധിക്കുമെന്നെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലാനം ബോർഡറിലുള്ള രീതിയിലുള്ള ടെട്രോപാഡുകളോ അതിനുള്ള രീതിയിലുള്ള ഫണ്ടുകൾ, അത് പഞ്ചായത്ത് മുതിർന്ന കാര്യകർത്താക്കളോ അവര് ഇടപെടണം, MLA ഇടപെടണം, MP ഇടപെടണം. ഇനി അത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കാണ് ചെല്ലുന്നത്, അങ്ങനെ ചെല്ലണം. അതിന് മുകളിലേക്ക് കേന്ദ്ര സർക്കാരിലേക്കാണ് ചെല്ലുന്നത്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്ത് നമുക്കിവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടണം. കാരണം ഞങ്ങളെല്ലാവരും ഇതൊരു മത്സ്യത്തൊഴിലാളികൾ കൂടുതലും ജീവിക്കുന്ന ഒരു വാർഡാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം നമുക്ക് കിട്ടണം. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ സമര മുറകളിലേക്ക് ഞങ്ങൾ മാറും. ജനങ്ങളെ ബുദ്ധിമുട്ട് അതിലേക്ക് ആക്കാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ട പരിഹാരം ചെയ്യേണ്ടത് തരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. കടൽക്ഷോഭം ശക്തമായി ഉണ്ടാകുന്ന സമയത്ത് മാത്രം ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് മണൽവാട നിർമ്മിക്കുന്നതും ജിയോ ബാഗ് വെക്കുന്നതും ഇതിന് ശാശ്വത പരിഹാരമല്ലെന്നും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ശാശ്വത പരിഹാരമെന്ന നിലയിൽ കടൽഭിത്തി ബലപ്പെടുത്തുകയും ചെല്ലാനം മോഡൽ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും പുലിമുട്ടുകൾ നിർമ്മിച്ച് തീരദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും തീരദേശ നിവാസികൾ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഞാറക്കൽ പഞ്ചായത്തിലെ തീരദേശവാസികൾ ആലോചനാ യോഗം ചേർന്നു. ഞാറക്കൽ ബീച്ച് പരിസരത്ത് നടന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് 1-ാം വാർഡ് മെമ്പർ സജീഷ് മങ്ങാടൻ, തീരദേശ നിവാസികളായ ജയൻ, മണി, ശിവൻ, ഷാലൻ, ബാബു, രവി എന്നിവർ നേതൃത്വം നൽകി.